അതായത് വിശ്വാസികൾക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. വിശ്വാസികൾക്കും ജനങ്ങൾക്കോടൊപ്പമൊക്കെ നിൽക്കുന്നു എന്ന് പ്രചരണം വന്നാൽ ബി.ജെ.പിക്ക് എതിരാകുമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കെതിരായാൽ, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനെതിരായാൽ അത് ചോദ്യം ചെയ്യാൻ, ഇടപെടാൻ ബി.ജെ.പി മാത്രമേ ഉള്ളൂ എന്നുള്ള അങ്ങയുടെ ആധികാരികമായ പ്രസ്താവനയെ ഞാൻ ഉൾക്കൊള്ളുകയും ചോദ്യം ഞാൻ അങ്ങേ കണ്ണിക്കല്ല, അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അതായത് വിശ്വാസി സമൂഹത്തിനെതിരായിട്ട്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി എതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് ഒരു സർക്കാർ നിന്നാൽ അത് ബി.ജെ.പിക്ക് ഗുണകരമാകും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് ബി.ജെ.പി ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം പാർട്ടി ബി.ജെ.പി ആണ് എന്ന് അങ്ങയുടെ ബോധ്യവും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതിൽ എത്ര ആക്ഷേപങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ആക്ഷേപിച്ചാലും അത് ഞങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ചോദ്യം ചെയ്യാതെ പോകാൻ ഒന്നും സാധ്യമല്ല. ജനങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട് തെരുവിലലയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനമായി ബി.ജെ.പി ഇവിടെ തന്നെ ഉണ്ടാകും. അതിൽ ഒരു സംശയവും വേണ്ട. അത് എത്ര തന്നെ നിങ്ങൾ ആക്ഷേപിച്ചാലും, എത്ര തന്നെ പരിഹാസങ്ങൾ ചൊരിഞ്ഞാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇനി അടുത്ത ചോദ്യം പറയാം. ഒരു സുവർണാവസരം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പല ചർച്ചകളും ഉരിഞ്ഞു വരുന്നത്. അതായത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് വിശ്വാസികളുടെ വിശ്വാസങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എക്കാലത്തെയും ഞങ്ങളുടെ ആവശ്യം ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത്, ആചാരങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ആചാരശ്രേഷ്ഠന്മാരാണ്, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, അത് ഭരണത്തിലിരിക്കുന്നവരല്ല എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണോ? അല്ല. കോടതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെയും ഒരു നിലപാടുണ്ടാവണമല്ലോ. അവരുടെ വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി അവർ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും നയസമീപനങ്ങളും നമ്മൾ നോക്കണം. ഇന്ന് ഗോവിന്ദമാഷ് അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയിൽ പറയുന്നുണ്ട്, എല്ലാ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അങ്ങേയറ്റം അനുഭാവപൂർണമായ, അതിനെല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദുമത വിശ്വാസങ്ങളോടോ ഹിന്ദു ആചാരങ്ങളോടോ അങ്ങനെയൊന്നും ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല എന്ന് അവരുടെ ചെയ്തികൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.